ശരി എന്നാ പിന്നെ വിളിക്കാം കേട്ടോ. ശരി ശരി. ആരാ വിളിച്ചേ? നിന്റെ ചേച്ചിയുടെ അമ്മായിയമ്മയാണ് വിളിച്ചത്. ആ തവളയുടെ വർത്താനം കേട്ടിട്ടുണ്ടല്ലോ, എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞാ കയറി വന്നേ. എന്താ എന്തു പറ്റി? എടി, നിന്റെ ചേച്ചിക്ക് ഇപ്പം 25 വയസ്സായി. ഈ 25 വർഷവും അവളുടെ എല്ലാ കാര്യവും നോക്കിക്കൊണ്ടിരുന്ന ആരാ? ഞാനാ. ഒരു ഹോസ്റ്റലിൽ പോയി നിന്ന് അവൾ പഠിച്ചിട്ടില്ല, ഈ വീട്ടിൽ നിന്ന് പോയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ ദിവസവും എനിക്ക് ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. അവളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ എനിക്ക് നല്ലോണം അറിയാം. എന്നിട്ട് ഇപ്പോൾ ആ തള്ള വിളിച്ചിട്ട് അവൾ എന്നങ്ങാണ്ട് ഒരു ദിവസം വിളിച്ച സമയത്ത് അങ്ങാണ്ട് എന്തോ വറുത്തരച്ച സാമ്പാർ എന്തോ അവൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞെന്ന്. അതിന് ആ തള്ള പറയുക കല്യാണം കഴിഞ്ഞിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം തള്ള വെച്ചുണ്ടാക്കി കൊടുക്കുമെന്ന്. അതിനെന്താമേ, ചേച്ചിക്ക് അങ്ങനെയൊക്കെ കിട്ടിയാൽ തന്നെ ഭാഗ്യല്ലേ? എടി, ഭാഗ്യമൊക്കെ തന്നെയാണ്. പക്ഷെ തള്ളയുടെ വർത്താനം കേട്ടാൽ തോന്നുന്നു നമ്മളെന്തോ അവൾക്ക് ഇഷ്ടപ്പെട്ടത് ഒന്നും ഇവിടെ വച്ചുണ്ടായി കൊടുക്കുന്നില്ലെന്ന്. ഇത്രയും കാലം വളർത്തി വലുതാക്കിയത് നമ്മളൊക്കെ തന്നെയല്ലേ? അതിനൊരു ഒന്നും അവളുടെ ഇഷ്ടങ്ങളൊന്നും നമുക്കറിയാത്ത കൂട്ട തള്ളയുടെ സംസാരം വലിയ 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 വർത്താനം. പിന്നെ ഞാൻ പിന്നെ ഒന്നും മിണ്ടായിരിക്കണം. നാളെ അവൾ ആ വീട്ടിൽ ചെന്ന് കയറേണ്ടതല്ലേ, അവൾക്കൊരു ജീവിതം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ മിണ്ടായിരിക്കുന്നത്. അമ്മ എന്തായാലും ഇപ്പോൾ ചേച്ചിയോട് പറയാൻ നിൽക്കണ്ട, ചേച്ചിക്ക് വിഷമാവും. ഞാനൊന്നും പറയാൻ പോകുന്നില്ല. ഇത് അവൾക്ക് കേട്ട് കഴിഞ്ഞാൽ അവരോട്, ആ തള്ളയോട് എനിക്ക് ദേഷ്യം തോന്നും. അത് ആ വീട്ടിൽ ചെന്ന് കയറേണ്ടതല്ലേ, അവൾ ഈ ദേഷ്യം വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. എത്രയൊക്കെയായാലും നമ്മുടെ ഭാഗത്തേ അവൾ നിൽക്കുള്ളൂ. അമ്മയൊക്കെ വലുതല്ലല്ലോ ഒരിക്കലും അമ്മായിയമ്മ. അതൊക്കെ അത്രേ ഉള്ളൂ. എന്തായാലും ഇപ്പം ഉണ്ടായ സംഭവം അമ്മ ആലോചിക്കണ്ട, അതൊക്കെ അങ്ങ് മറന്നേക്ക്, കാര്യമാക്കണ്ട. ഇനി തള്ള വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ഫോൺ എടുത്തിട്ട് എന്തിനാണ് ഇങ്ങനെ കത്തി വർത്താൻ? അത് ഒരു വിളിച്ചു കഴിഞ്ഞാൽ 3/4 മണിക്കൂർ സംസാരം ഇങ്ങനെ പൊങ്ങച്ചാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ നമുക്കൊന്നും അറിയാത്തോട്ട് അവളെ ഓർത്തുകൊണ്ട് മാത്രം ഞാൻ ഒന്നും ഉണ്ടായിരിക്കുന്നത്. ചേച്ചി 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 എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഫോണിലാ. ചേച്ചി ചേച്ചി ഒരു മിനിറ്റ് ആകില്ലേട്ടാ. എടി, നിന്നോടല്ലേ പറഞ്ഞ ഞാൻ ഫോണിലാന്ന്. നീ പിന്നെ എന്തിനാ പിന്നെ ശല്യം ചെയ്യാൻ വരുന്നത്? അങ്ങോട്ട് പൊക്കി എടുത്തിട്ട് മോശം. ഒന്നുമില്ല അഖിലേട്ടാ, ഇവിടെ വെറുതെ. എന്താ വെച്ചേ? എന്തു പറ്റി? അമ്മ, ഞാൻ ചേച്ചിയോട് ഡൗട്ട് ചോദിക്കാൻ പോയതാ. ചേച്ചി അപ്പോൾ ദേഷ്യപ്പെട്ടല്ലോ ഓടിച്ചോടുന്നു. നീ അതിന് ഡൗട്ട് ചോദിക്കാൻ പോയതിന് അവളെന്തിനാ ദേഷ്യപ്പെടണേ? അല്ല, അവൾ എന്താ ചെയ്യുന്നത് അവിടെ? അവിടെ അഖിലേട്ടനായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. കൊഞ്ചി കഴിഞ്ഞാൽ സംസാരിച്ചുകൊണ്ടിരിക്കണേ. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ പിന്നെ ചേച്ചിക്ക് ഫോൺ മാത്രമേ ഉള്ളൂ. ബാക്കി ആരോട് സംസാരിക്കാനും ഇല്ല, ഒന്നുമില്ല. എന്നോടൊക്കെ മിണ്ടിയിട്ട് എത്ര ദിവസമായെന്നറിയോ? അത് നീ പറഞ്ഞത് ശരിയാ. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ പിന്നെ ഈ വീട്ടിൽ കുറച്ച് മനുഷ്യന്മാരുണ്ട്, അവരോടൊക്കെ ഒന്ന് സംസാരിക്കണം എന്നുള്ള ചിന്ത പോലും നിൻ്റെ ചേച്ചിക്കില്ല. നമ്മളോടൊക്കെ സംസാരിക്കുന്നതിനൊക്കെ താല്പര്യം ഇപ്പോൾ അവൾക്ക് അവരോടാ. ചേച്ചിക്ക് ഇപ്പോഴേ നമ്മളൊന്നും വേണ്ട. ഈ പോക്കാണെങ്കിൽ കല്യാണം കഴിഞ്ഞ പിന്നെ നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല. നമ്മളൊന്നും വേണ്ടാണ്ടായിപ്പോൾ തന്നെ. അങ്ങനെയൊന്നും കാണില്ലടി മോളെ. ഇപ്പോഴൊക്കെ കാണുന്ന ഈ ആവേശം മാത്രമേ ഉള്ളൂ. കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലൊക്കെ ചെന്ന് ഈ പുതുമോടിയൊക്കെ കഴിയുമല്ലോ, അപ്പം അവൾക്ക് നമ്മളെയൊക്കെ മിസ് ചെയ്യും. അച്ഛനെയും അമ്മയും അനിയത്തിയൊക്കെ മിസ് ചെയ്യും. അവരുടെ വിലയൊക്കെ അപ്പോൾ അവൾ മനസ്സിലാക്കാൻ പോണേ. അപ്പം ഈ പെരുമാറ്റത്തിലൊക്കെ വ്യത്യാസം കേട്ടോ. അന്ന് മനസ്സിലായിട്ട് എന്ത് കാര്യം? അന്ന് ചേച്ചിക്ക് ഒന്ന് നമ്മളെ ഒന്ന് കാണാൻ ഇങ്ങോട്ട് വരണമെങ്കിൽ ഇത്ര ചേട്ടൻ്റെ സമ്മതം വേണ്ടേ? ഉള്ളപ്പോൾ ഒന്നിനും വില കാണില്ല. അത് ശരിയാ. കഷ്ടപ്പെട്ട് 2 പെൺമക്കളെ വളർത്തി വലുതാക്കി. അതേ ഒരെണ്ണത്തിനെ കെട്ടിക്കാൻ പോകണം. അതിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയൊക്കെ. ഇനിയൊക്കെ എന്തൊക്കെ കാണാനിരിക്കുന്നോ എന്തോ. എന്താ മോളെ, നീ എന്തിനാ കരയണേ? ഒന്നുമില്ല. വെറുതെ നീ കരയില്ലല്ലോ. നീ കാര്യം പറടി. അമ്മയോടല്ലേ പറഞ്ഞ ഒന്നുമില്ലാന്ന്. എന്താ മോളെ ഇത്? ഒരു കാര്യം ഇല്ലാണ്ട് നീ കരയോ? അത് വെറുതെ ഇന്ന് കരയാ? എന്താ പ്രാന്താണോ നിനക്ക്? എന്തോ ഉണ്ട്. എന്താ പ്രശ്നം? നീ അഖിലായിട്ട് വല്ല എന്തെങ്കിലും വഴക്ക് കൂടിയോ? അവൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞ് കരയിപ്പിച്ചാണോ? അത് തന്നെ. അപ്പം അത് തന്നെ കാര്യം. കല്യാണത്തിന് മുന്നേ ഇങ്ങനെ തൊട്ടേനും പിടിച്ചാൽ എൻ്റെ മോളെ ഇപ്പം തന്നെ കരയിപ്പിക്കാൻ തുടങ്ങി. കൊള്ളാമല്ല. കല്യാണം കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കണ്ടവന്മാരൊന്നും എൻ്റെ കൊച്ചിനെ കരയിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. അമ്മയൊന്നും മിണ്ടതേന്നമ്മേ. അമ്മ ഇന്നലെ ഞങ്ങളുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് കയറി ഇടപെടാൻ നിൽക്കുന്നത്. ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും. അതൊക്കെ പരിഹരിക്കാൻ നിൽക്കണം നമ്മുടെ പണി. അമ്മയ്ക്ക് അമ്മയുടെ കാര്യം നോക്കിയാൽ പോരെ? കുറച്ച് പ്രൈവസി താമേ. മോശം. ചേച്ചി എന്താ അമ്മയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? നീ കാര്യം അറിയാതെ വെറുതെ സംസാരിക്കാൻ വരണ്ട. എൻ്റെ അഖിലേട്ടൻ്റെ കാര്യത്തിൽ അനാവശ്യമായിട്ട് അമ്മ കയറി ഇടപെടുമ്പോൾ ഞാൻ പിന്നെ മിണ്ടാതിരിക്കണോ?
ചേച്ചി വേറെ ആരും അല്ലല്ലോ, നമ്മുടെ അമ്മയല്ലേ പറഞ്ഞു. അതിനിപ്പോൾ എന്തത്രയൊക്കെ ബഹളം വെക്കുന്നതിനാ? അമ്മയാണെങ്കിലും അനിയത്തിയാണെങ്കിലും നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കണം, അവരവരുടെ സ്ഥാനത്ത്. അല്ലാണ്ട് മറ്റുള്ളവരുടെ പേഴ്സണൽ സ്പേസിൽ കയറിയിട്ട് ഇടപെടാനും അവരുടെ അടുത്ത് അനാവശ്യമായിട്ടുള്ള വർത്താനം പറയാനും വരരുത്. ദയവ് ഇതിന് ഇങ്ങനത്തെ സംസാരത്തിലെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം നിങ്ങൾ അറിയും കേട്ടോ. ഓരോന്ന് ഇതുപോലുള്ള അമ്മമാർ കാരണം പല പെമ്മക്കളുടെ ജീവിതം ഇല്ലാണ്ടാവുന്നത്. ചേച്ചി ഒന്നും പറയണ്ടടി പോളെ. അവളിപ്പോൾ ഒരു മായാലോകത്ത. കുറച്ച് കഴിയുമ്പോൾ എൻ്റെയും നിൻ്റെ അച്ഛൻ്റെയൊക്കെ വില അവൾക്ക് മനസ്സിലാവും. പക്ഷെ എൻ്റെ മോൾ എന്നെ ഇങ്ങനെ മുഖത്ത് നോക്കി പറയുന്നു ഞാൻ വിചാരിച്ചില്ല. ഞാൻ മക്കളെ വളർത്തി വെറുതെ ആയിപ്പോയല്ലേ. നാളെ ഇതൊക്കെ തന്നെയായിരിക്കും നിൻ്റെ വായിന്ന് വരുന്നത്. ഞാൻ അവളുടെ നല്ലതിന് വേണ്ടിയാണ്, അല്ലാണ്ട് അവളുടെ ജീവിതം നശിപ്പിക്കാൻ എങ്ങനെയെങ്കിലും നോക്കുമോ? അവൾക്ക് മനസ്സിലാവണില്ല.